ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ. ഉവ്വ് ഓർമ്മയുണ്ട്. ഞാൻ വന്നത് നമ്മുടെ ഒരു സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചില്ലേ? ഉവ്വ് ബെന്നി. ഭയങ്കര കഷ്ടായിപ്പോയി. ഭാര്യയും കുഞ്ഞും കഷ്ടം. പക്ഷെ ആ സ്ത്രീ ഇപ്പൊ ഒരു പെറ്റീഷൻ തന്നിരിക്കുന്നു. അവർക്ക് ആ മരണം ഒരു കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. ഏയ് അതൊരിക്കലും അല്ല. താങ്കൾക്ക് അത് ഉറപ്പാണോ? ഉറപ്പെന്ന് പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്നു. പിന്നെ പോലീസ് റിപ്പോർട്ട് അതാണല്ലോ. അതെ, എസ്ഐയുടെ അഭിപ്രായം അതാണെന്ന് വെച്ച് സത്യം അതായിരിക്കണമെന്നില്ലല്ലോ. ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ട്രെയിനിന്റെ അടിയിൽപ്പെട്ട നിലയിൽ ഒരു ബോഡി കിട്ടി. സൂയിസൈഡ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇറ്റ് വാസ് എ മർഡർ. കരീം ഭായ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട്, അറിയോ? ഏയ് ഗുണ്ടകളായിട്ട് എനിക്ക് യാതൊരു ഇടപാടുമില്ല. എ വെരി നൊട്ടോറിയസ് ക്രിമിനൽ. അവൻ കൊന്നതാ. അതൊരു മർഡർ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് കരീമിനെ പേടി. ക്ലോസ് ചെയ്ത ഒരു കേസ് കുത്തിപ്പൊക്കണ്ടെന്ന് മേളിൽ നിന്നുള്ള ഓർഡർ. ഞാൻ വിട്ടു. പക്ഷെ അവനെ പിടിക്കും. അല്ല, ഇതൊക്കെ എന്നോട് പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഈ ബെന്നി ആളെങ്ങനെയാ? സുമുഖൻ, സുന്ദരൻ. ഞാൻ അയാളുടെ സ്വഭാവമാണ് ചോദിച്ചത്. ഇത്തിരി കടുംപിടുത്തക്കാരനാണ്. എന്ന് വെച്ചാൽ കൈക്കൂലിക്ക് മറിയില്ലെന്നർത്ഥം. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയോ? ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ ശത്രുക്കളില്ല. മരിച്ചതിന്റെ തലേന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. എന്റെ വണ്ടി കണ്ട ഉടനെ സ്കൂട്ടർ നിർത്തി തമാശയൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാ. എന്ത് തമാശ? തമാശ എന്ന് പറഞ്ഞാ ഞാൻ എപ്പ കണ്ടാലും എന്റെ ബില്ല് ഒപ്പിടിക്കുന്ന കാര്യം മാത്രം മറക്കും. അപ്പൊ എന്റെ മറവിയെ കുറിച്ചിട്ടുള്ള തമാശ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ബില്ല് ഒപ്പിടിച്ചോ? ഒപ്പിടാ അദ്ദേഹം ഉണ്ടായില്ലോ. പിന്നെ ജോൺ സാറും സൂപ്രണ്ടിങ് എഞ്ചിനീയറൊക്കെ വിചാരിച്ചോണ്ട് അത് പാസ്സായി കിട്ടി. ഈ ബെന്നി ഭയങ്കര കൈക്കൂലിക്കാരനായിരുന്നു അല്ലേ? ഏയ് നയാ പൈസ വാങ്ങില്ല. അത് നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? ഏയ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വൃത്തിയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സാറേ കൈക്കൂലി കൊടുക്കണത്? അയ്യപ്പൻ നായർ എന്ന് തന്നെയല്ലേ പേര്? അതെ. അപ്പൊ നിങ്ങള് തലേന്ന് ഉച്ചയ്ക്ക് ബെന്നിയെ കണ്ടപ്പോ കൂടെ കരീമുണ്ടായിരുന്നല്ലേ പറഞ്ഞേ? കരീമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പറയുന്ന ഏത് കരീമാ? കരീം ഭായി. ഓ, നമ്മുടെ കരീം ഭായി. ഞാൻ പറഞ്ഞ വേറൊരു കരീമാ. അപ്പൊ കരീം ഭായി അറിയാം അല്ലേ? അല്ല, എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ പിന്നെ കാണാം. നമ്മളെന്തിനാ സാറേ പിന്നെ കാണുന്നത്? നമുക്കിത് ആയിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടെ. മരിച്ചയാളുടെ വൈഫ് ഒരു പെറ്റീഷൻ തന്നു. എന്നിട്ട് നമ്മളൊന്നും അന്വേഷിച്ചില്ലാന്ന് കംപ്ലൈന്റ് വേണ്ട. പോട്ടെ. ചതിച്ചൂട്ടോ, ചതിച്ചു. ആര്? ആ എഞ്ചിനീയറുടെ ഭാര്യ കേസ് കുത്തി പൊക്കി. പൊക്കട്ടെ. പൊക്കട്ടേന്നോ? സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണം തുടങ്ങി. അയാൾ എന്നെ ചോദ്യം ചെയ്തു. എല്ലാം അറിഞ്ഞ പോലെ അയാളെ ചോദ്യങ്ങള്. ചോദിച്ചാ ചോദിച്ചിന് ഉത്തരം പറയണം. നിങ്ങൾ തുള്ളാതിരിക്കുന്നവരെ വാലും തുമ്പും തെളിവില്ലാത്തൊരു കേസിന് എന്താത്ര പേടിക്കാൻ? നിങ്ങൾക്ക് പിന്നെ ശീല, നമുക്ക് അങ്ങനെയല്ല. ആ നത്തിന്റെ വായെന്ന് വല്ല വിടുവായത്തിനും പുറത്തു വരുമെന്ന എന്റെ പേടി. പറഞ്ഞാ നത്തു അകത്താ. നത്തിന് പിന്നെ കണ്ടില്ലേ? ഇല്ല, ഇപ്പൊ ആ എഞ്ചിനീയറുടെ ഭാര്യയുടെ സ്വന്തം ആളാന്നാ പറഞ്ഞേക്കണം. ഓഹോ, മനോഹര, നത്തിനോട് എന്നെ ഒന്ന് കാണാൻ പറ. എടാ നത്തതിന്റെ അച്ഛൻ. തന്തയ്ക്ക് പറഞ്ഞോടാ. പിന്നെ തന്തയുടെ പേര് പറഞ്ഞാൽ എന്തോ പറയും? ഞാൻ ആരാന്നറിയോ? ദൈവമൊന്നുമല്ലല്ലോ. കരീം ഭായിയുടെ ആളാ. ആനയെ പേടിക്കാം, ആന പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണ്ട, ഞാൻ നടന്നോളാം. കരീം ഭായി അന്വേഷിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് വാ, അപ്പൊ ഞാൻ കണ്ടോളാം. രാമു, നീ എന്തോടെയായി കാണിച്ചത്? പിന്നെ എല്ലാത്തിനും മര്യാദ ഉണ്ടടാ. നിന്നെ ഞാൻ എടുത്തോളാം. എടുത്തിട്ട് പോടാ. എന്താ ഈ വഴിക്ക്? ഒന്ന് കാണാൻ തന്നെയാ. എന്റെ കൂട്ടുകാരനാ രാമു. ഞാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാ. എന്താ? ബെന്നിയുടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ്. അതൊരു ജീപ്പിലോ മറ്റോ കയറ്റി എത്തിക്കണം. എവിടേക്കാ? സർക്കിൾ ഇൻസ്പെക്ടർ കണ്ടാ മതി, അദ്ദേഹം പറയും. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല.
അച്ഛനിത് എപ്പോഴാണ് ബാങ്കിൽ പോകുന്നത്? ബാങ്കിൽ പോകാനൊക്കെ സമയമല്ലേ? അതിന് മുമ്പ് തന്നെ എത്ര പണി കിടക്കണു. മുതലാളി, ഇന്നത്തോടെ എല്ലാം തെളിയും. സ്കൂട്ടർ മറിക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയർ പോലീസിന് കിട്ടി. അത് എവിടെ നിന്ന് വാങ്ങി, ആര് വാങ്ങി അന്വേഷിക്കാൻ ഒരു പോരിക്കുക. ആ കടക്കാരൻ എന്നെ ശരിക്കറിയാം. എന്റെ ഈശ്വര, ഇതോടെ എന്റെ ജീവിതം തകരുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? നീ പോയിട്ട് തൂങ്ങിച്ചാവ്. എനിക്ക് നീ ആയിട്ടൊരു ബന്ധുവില്ല, നിന്നെ അറിയൂല. മുതലാളി, മുതലാളി, അറിയില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നത്തിനെ പോലീസ് പിടിച്ച നമ്മുടെ 3 പേരകത്താ. ആ സർക്കിളിനാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നാ. കുറ്റമേറ്റു പറഞ്ഞ നത്തി അല്പം മാപ്പസാക്ഷിയാവും. നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് പറയും. ഒരു വഴിയുണ്ട്. ഇത്തിരി വിഷം മേടിച്ച് നിന്ന് മരിക്കാം. അതൊരു വഴിയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കല്ല എന്റെ ഭായി. മറ്റൊരു വഴിയുണ്ട്. പോലീസിന് പിടികൊടുക്കാൻ നത്തി ലോകത്തുണ്ടാവരുത്. എന്റെ അമ്മേ, ഒരു കേസിന്റെ ശിക്ഷ അനുഭവിക്കാൻ തന്നെ ആയുസ് തികയില്ല. ഇനി രണ്ടാമതൊന്നും കൂടിയോ? വേണ്ട. കരിമ്പായുടെ വഴിയില് തടസ്സങ്ങൾ ഉണ്ടാവരുത്. സംജ, നീ ആ നാരായണന്റെ കൂട്ടുകാരനാണോടാ? ഏത് അറിയണ്ടേ? നത്ത് നാരായണൻ. നത്തിനെ കണ്ടാലൊരുന്നല്ല, കൂട്ടുകാരനല്ലേ സാർ? നോണ പറഞ്ഞ അടിച്ചതിന്റെ പല്ല് ഞാൻ താഴെ റാസ്കൽ. എവിടെ അവനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? ഇല്ല സാർ, ഞാൻ എവിടെ ഒട്ടിച്ചിട്ടില്ല. പിന്നെ ആരാടാ ഒളിപ്പിച്ച്? എനിക്കറിയില്ല സാർ, ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായി. സത്യമാണോടാ? സത്യമാണ് സാർ, എന്റെ ഉമ്മയാണ്, സാറിന്റെ അമ്മയാണ് സത്യം. അവനെ എവിടെ കണ്ടാലും എന്നെ അറിയിച്ചേക്കണം. തീർച്ചയായും സാർ. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പിടിച്ച് ലോക്കപ്പിലിടും. മനസ്സിലാവടാ? ഓ, പോവാം. ആശാനെ, നമ്മളൊക്കെ അകത്താവുന്നാ തോന്നുന്നത്. ഇന്നാളാ സ്കൂട്ടർ ഇടിച്ച് ചത്ത എഞ്ചിനീയർ അല്ലേ, കൊന്നതാ. ആ, ആര്? നമ്മളെ നത്ത്. ഏയ് പോടാ, അവൻ ആരെ കൊല്ലൊന്നുമില്ല. ആ എന്ന് തന്നെയാണ് ഞാനും കണക്കാക്കി. ഇതിന് തെളിവുണ്ട്. നത്ത് മുങ്ങിയില്ലേ, പോലീസ് അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുക. ഇതപ്പൊ CI പിടിച്ച് കുറഞ്ഞു വിട്ടിട്ടുള്ളൂ. എന്നെ ഇതാരിവനെ കൊണ്ട് ചെയ്യിച്ചു? ആര് കണ്ട്? എവിടാ നത്ത്? നത്ത് എവിടാണ്? ഞാൻ എങ്ങനെ പറയാനാണ്? നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറയണം. ഉമ്മാണ്, വാപ്പാണ്, ഭായിയാണ്, ഞാൻ ഒന്നും അറിയില്ല. പോലീസിന്റെ പടലേക്ക് പിടിക്കണേ, ഞാൻ എങ്ങനെ അറിയാനാണ്? അയ്യോ, അവൻ സത്യ പറയണ, ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചാലോ? ഈ നേരത്തെ എവിടെ പോയി നോക്കാനാ? പലയിടത്തും കള്ളു കുടിച്ച് കിടക്കുന്നുണ്ടാവും. എവിടാ നത്ത്? ഇവിടെ ഇല്ല. പിന്നെ എവിടെയുണ്ട്? എവിടെയാടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയണം. രാമു, കരിമ്പ എവിടെ വന്നിരുന്നു? നിന്റെ ചോര വീഴുന്ന കണ്ടിട്ട് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നത്തിനി ഒന്നും പോകാനില്ല. ആ പെൺകുട്ടി ഒന്ന് കാണണം, ഒരു വാക്ക് പറയണം, ഒരു ഒറ്റ വാക്ക്.